നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഈ കേരള കോൺഗ്രസ് പിളരുന്നതിന് മുമ്പ് അതിൽ നടന്ന ഒരു അനീതി പുറത്തു വരില്ലായിരുന്നു. അതുപോലെ മുസ്ലിം ലീഗ് പിളർന്നതിന് ശേഷമല്ലാതെ അതിന് മുൻപ് ഒരു മോശക്കാര്യം പുറത്തു വരില്ലായിരുന്നു. അതുപോലെയാണ് ഈ സംഘ് പരിവാറിനുള്ളിലും സഭ പോലെയുള്ള സംഘടന ഉള്ളിൽ നടക്കുന്നത്. പുറത്താരും അറിയില്ല. പക്ഷെ അപ്പോൾ അതൊക്കെ സമയത്ത് സഭയിലെ കുറേയൊക്കെ പുറത്തു തുടങ്ങി. ഇപ്പം സംഘിലും പുറത്തു വരാൻ തുടങ്ങി. അതിലും വേണ്ടപ്പെട്ട അധികാരികൾ അന്വേഷിക്കട്ടെ, ചർച്ച ചെയ്യട്ടെ. പക്ഷെ ഇത്രയും ഒരു സംഭവം മറ്റേതെങ്കിലും പ്രത്യേകിച്ചൊരു ന്യൂനപക്ഷക്കാരൻ മുസ്ലിം ഒരു സമുദായത്തിലേക്കാണെങ്കിൽ എത്ര ചർച്ച വരും, എത്ര രീതിയിൽ ഗൗരവത്തിൽ തരും. ഇതൊന്നും മിണ്ടുന്നില്ല. കാരണം അത് ഒതുക്കി പോവുകയാണ് അങ്ങനെ. ഓക്കെ, മറ്റൊരു കാര്യം, ഞാൻ ഇന്ന് രാവിലെ വണ്ടി ഓടിച്ച് ദേശാഭിമാനി റോഡിൻ്റെ അങ്ങേയറ്റം ഇത് ഇങ്ങോട്ട് തുടങ്ങി. അവിടെ ഒരു സ്കൂളുണ്ട്, സ്കൂളുണ്ട്. ആ സ്കൂളിനോട് അടുത്ത് തന്നെ ആ റോഡിൽ വലിയൊരു ആൽമരമുണ്ട്. ആ ആൽമരം റോഡ് നടക്കാൻ നിൽക്കുന്നു. അപ്പോൾ ആ ആൽമരത്തിൻ്റെ അവിടെ വന്നിരിക്കുന്ന ആൽമരം സംരക്ഷിക്കുക. ആൽമരം മാത്രമല്ല, എല്ലാ മരവും സംരക്ഷിക്കണം, ആ ഒരു സംശയമില്ല. പക്ഷേ അധ്യാപകൻ പറഞ്ഞു, ഗുരുക്കന്മാരെ കാണുമ്പോൾ നമസ്തേ പറയണം. ആ പറഞ്ഞ അധ്യാപകൻ ശക്തമായൊരു ചുമന്ന് വരുന്ന വഴിക്ക് പാടത്ത് വരുമ്പത്തിച്ച് കണ്ടപ്പോൾ നമസ്തേ പറഞ്ഞു. അധ്യാപകൻ ഒന്നും മിണ്ടിയില്ല. പിറ്റേന്ന് സ്കൂൾ വന്നപ്പോൾ പിടിച്ച് 2 കൊടുത്തു. എടാ, ഞാൻ നമസ്തേ പറഞ്ഞത്, ഞാൻ ഭാരമായി ചുമന്ന് വരുന്ന വഴി ഇരിക്കുന്നു, 2 കൈയും ഞാൻ കൂപ്പി, പിന്നെ എൻ്റെ സാധനം പുറത്തു പോകില്ലേ. സമയവും സന്ദർഭം ചെയ്യണമുള്ള അർത്ഥം. അതുപോലെയാണ് മരങ്ങൾ സംരക്ഷിക്കുന്ന കാര്യം ശരിയാണ്. ഇത് റോഡിൻ്റെ നടുക്കൊക്കെ മരമാണ് സംരക്ഷിക്കാൻ പറഞ്ഞ് ബോർഡ് വെച്ചാണ് കുറേ സിൽബന്തികളും. ഇത് പറയുമ്പോൾ ഒരു സംഭവം ഓർത്തു പോകണം. വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം ലൂർദ് ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു വഴിയുണ്ട്, നാരോ വഴിയാണത്. ഒരു കാറ് വന്നിട്ടുള്ളൂ, അവിടെ ഒരു മരം തപ്പുണ്ട്. വീട്ടുകാർ സമ്മതിക്കില്ല. അന്ന് ഇന്നത്തെ MP IBയുടെ ഫാദർ ജോർജ് സാർ ഞങ്ങൾക്ക് വളരെ അടുത്തായിരുന്നല്ലോ. അദ്ദേഹം വിളിപ്പറിച്ചത്, അദ്ദേഹം വന്ന് നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ വന്ന് വെട്ടാൻ സഹായിക്കാൻ പറയും. അപ്പോൾ ഞങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു, സാറ് കാര്യം ചെയ്തോ, സാറ് മുന്നിലെന്നോ, ഞങ്ങൾ ആൾക്കാർ വന്ന് വെട്ടിക്കൊള്ളാം. ഞങ്ങൾ 10-500 പേരെ കൂടി ചെന്ന്, ഞാൻ മാത്രമല്ല ചെന്ന് ആ മരം കണ്ട് പകലാണ്ട് വെട്ടിയങ്ങൾ അത് അതിനുമ്പോട്ട് പല ചർച്ച നടത്തി. ഇവർ സമ്മതിക്കില്ല. വെട്ടി ഇപ്പോൾ സുന്ദരമായിട്ട് പോവാണ്. ഇതെല്ലാം 10-20 വർഷം മുമ്പാണ്, 90-ലെ വെറ്റാണ്. അത്രയും ഗഡ്സൊന്നും ഇന്നത്തെ MPമാർക്കൊന്നും ഇല്ല. അദ്ദേഹത്തെ പോലുള്ള ഗഡ്സൊന്നും ഇന്നത്തെ അതിൽ പൈസന്മാരാണല്ലോ ഇല്ല. ഇതോട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം വരുമ്പോൾ നിങ്ങൾ ദൈവത്തെ ഓർത്ത്, അല്ലെങ്കിൽ മനുഷ്യനെ ഓർത്ത് നിങ്ങൾ അവിടെ നിയമം നോക്കരുത്. ആ മരം വെട്ടിമാറ്റണം. എന്താണ്, ഞാൻ പോരുമ്പോൾ ഒരു 100-200 കാറുകൾ അവിടെ ബ്ലോക്കായി കിടക്കണം. ഞാൻ ആക്റ്റീവ് 2 വീലറാണ്. ഞാൻ കാർ ഉപയോഗിക്കുള്ള സിറ്റിക്ക് അത് ആക്റ്റീവാണ്. അത് കഷ്ടപ്പെട്ട് പോകുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം നിങ്ങളത് സംഘടനാ ശക്തി ഉപയോഗിക്കുന്നത്, അത് വെട്ടി മാറ്റേണ്ട. മറ്റൊന്ന്, ഒരു ജഡ്ജി, ഒരു സ്നേഹിതൻ ജഡ്ജിയായി, അധികം പ്രായമാകുന്ന മുമ്പ് തന്നെ ജഡ്ജി ആയിക്കഴിഞ്ഞ് പിന്നെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എന്ത് തമാശ കേട്ടാൽ ജഡ്ജി ചിരിക്കാനും പാടില്ല. ഡ്രൈവർ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അത്ര റെസ്പെക്റ്റും അത്ര നമ്മൾ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണം. അത് തന്നെയല്ല, ജഡ്ജിമാരുടെയൊക്കെ വാക്കെന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാവിധ ജഡ്ജിമാരോട് എല്ലാ ആദരവും നിലനിർത്തിയിട്ട് പറയാണ്, ജഡ്ജിമാരുടെയൊക്കെ വാക്കിന് വളരെ അർത്ഥതലങ്ങളുണ്ട്. അത് ഞങ്ങളുടെ നാട്ടിൽ കണ്ടത്, മുഹമ്മദ് ഒരാൾ, ഒരു കർത്താവ് ഉണ്ടായി. ഞാൻ ഉദാഹരണം പറഞ്ഞത് വ്യക്തമായിട്ട് മനസ്സിലാക്കണ്ടേ. അപ്പോൾ കർത്താവ് ഒരു ചെമ്മൻ്റെ മോതിരം എടുത്ത് മുഹമ്മദിനെ കാണിച്ച്, മുഹമ്മദ് ഇത് എങ്ങനെയുണ്ട് ചോദിച്ചു. അപ്പോൾ മുഹമ്മദ് പറഞ്ഞു, സാറേ ഇത് എൻ്റെ കയ്യിൽ ഇരുന്നാൽ ഇത് ചെമ്പാണ്, പക്ഷെ അങ്ങയുടെ കയ്യിൽ ഇരുന്നാൽ സ്വർണ്ണമായിരിക്കും. കാരണം അദ്ദേഹം കുറച്ചൊരു ക്വാളിറ്റിയുള്ള ആളായതുകൊണ്ട്. അവർ ജഡ്ജിമാരൊക്കെ പറയുന്നത് വളരെ സൂക്ഷിക്കണം, വളരെ ആൾക്കാർ ശ്രദ്ധിക്കുന്നതാണ്. ഒരു പോയിന്റ് തെറ്റിന് ക്ഷമിക്കണം. ഞാൻ കാണികളോട് പറയണത്, ഇങ്ങനെ പോയാൽ താജ്മഹലും സെക്രട്ടേറിയറ്റും പിന്നെ മറ്റ് ഹൈക്കോടതി വരെയും ഒക്കെ പോയി പോകുമല്ലോ. ഒരു വാക്ക് പറഞ്ഞായിട്ട് പദ്ധതി കണ്ട് ഒന്ന് നോക്കട്ടെ. മുനമ്പത്തെ സ്ഥലത്തിന് പക്ക ആധാരമുണ്ട്.
ആ ആധാരത്തിൽ ഇഷ്ടദാനം എന്ന് വാക്കിൽ ക്രയവിക്രയം ചെയ്യാൻ അവസരം ഉണ്ടെന്നും പിന്നെ ഇത് നടന്നില്ലെങ്കിൽ തിരിച്ചെടുക്കാവുന്ന ക്ലോസ് ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. ഇത് രണ്ടും തെറ്റായിപ്പോയി. ഒക്കെ അങ്ങനെ തിരിച്ചെടുക്കാനും പറ്റില്ല, ക്രയവിക്രയം ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ഒക്കെ അല്ല എന്ന് കോടതി പറഞ്ഞു. ഞങ്ങൾ എതിർക്കുന്നില്ല, കോടതി മാനിക്കണം. പക്ഷേ അതിന് അദ്ദേഹം പറഞ്ഞു ഉദാഹരണം താജ്മഹൽ ഏതെങ്കിലും രേഖ കൊണ്ടിരുന്നോ? മുസ്ലിങ്ങളുടെ രേഖ ഉണ്ടോ? ഞങ്ങളുടെ കൊണ്ട് താജ്മഹലില്ലെങ്കിൽ അതുപോലെ ഒക്കെ പറയുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് അങ്ങനെ ഇത് വ്യക്തമായ രേഖയുണ്ട്. ഇപ്പൊ ഹൈക്കോടതി ഒക്കുഫാന്ന് അതിലും പറയുമോ, അല്ലെങ്കിൽ ബെസ്റ്റായിട്ട് ഒക്കുഫാന്ന് പറയുമോ, സെക്രട്ടറിയുടെ ഒക്കുഫാന്ന് പറയുമോ? അത് രേഖയുണ്ടോ? ഇത് രേഖയല്ലേ? അപ്പൊ പറയുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം എന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോടും പറയാണ്. എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ 50,000 കോടി ഇന്നത്തെ വാല്യുള്ള സ്ഥലമാണ്. അത് ഈ സമുദായത്തിൽ കിട്ടിയിട്ട് അന്യാധീനപ്പെട്ടു പോയി നശിപ്പിച്ചു കളഞ്ഞു. അതിന് കാരണം ഈ സമുദായത്തിൽ നേതാക്കൾ തന്നെയാണ്, അല്ല മറ്റു സമുദായത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അപ്പോഴൊരു കാര്യമുണ്ട്, അവിടെ വീട് വെച്ച് കുറെ ആൾക്കാർക്ക് ഒരു സ്ഥലം വാങ്ങി വീട് വെച്ചു നിൽക്കുകയാണ്. അവിടെ ദേവാലയങ്ങളും ടൂറിസ്റ്റ് റിസോർട്ടുകൾക്ക് എങ്ങനെ വന്നു? അത് ആര് വാങ്ങിച്ചു? ആര് കൊടുത്തു? ആകെ തട്ടിപ്പാണ്. 50,000 കോടി രൂപ വിലയുള്ള സാധനം ആയതുകൊണ്ടല്ലോ ഈ ഓരോ റിസോർട്ടൊക്കെ 2 ലക്ഷം 3 ലക്ഷമൊക്കെ ദിവസം വാടക വാങ്ങിച്ച് വ്യഭിചാരം നടക്കുന്ന സ്ഥലമാണുള്ള റിസോർട്ട് പറയാം. അവരൊക്കെ എത്ര കോടി കൊടുക്കും? ഒരു 10-50 കോടി പഠിക്കൽ ആരും അന്നേക്ക് പറയാൻ ഒക്കെ പറ്റും. അങ്ങനെയുള്ള രീതിയിലൊക്കെ എന്ത് പറയാനാ? അത് മുസ്ലിം സമുദായത്തിൻ്റെ കഴിവിട്ട നേതാക്കളുടെ പ്രവർത്തനങ്ങളുടെ പരിണത ഫലമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉൽപ്പന്നമായി പോയത്. പാവപ്പെട്ട മുസ്ലിം സമുദായം കിട്ടേണ്ടത് നഷ്ടപ്പെടുത്തി പോയത്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ മുസ്ലിം ലീഗിനെ എന്തായാലും ഞാൻ പറഞ്ഞത്. പലരും എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തോടും ഈ മുസ്ലിം ലീഗ് വിരോധം അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ പറയുന്നത്? മുസ്ലിം ലീഗ് വിരോധം അല്ല പറയുന്നത്. ഈ 50,000 കോടി രൂപ മൂല്യമുള്ള വസ്തു എങ്ങനെയാണോ സമുദായത്തിൽ നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അതുപോലെ ആയിരിക്കും ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഈ നിലക്ക് പോയാൽ. ഇപ്പോൾ കോൺഗ്രസും അവിടെ രണ്ടഭിപ്രായം. അതായത് മുന്നണിയിൽ നിൽക്കുന്ന 2 പ്രബല പാർട്ടികൾ, 2 പ്രധാന പാർട്ടികളുടെ വിദ്യാർത്ഥി വിഭാഗം പരസ്പരം എതിർ നിൽക്കുകയും പ്രവർത്തനം ചെയ്യുമ്പോൾ എന്ത് മുന്നണി ബന്ധം? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കോൺഗ്രസ്സുകാർ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മനസ്സിലാകുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇതുണ്ടല്ലോ, നമ്മുടെ ബീഹാർ ഇലക്ഷൻ വരാണ്. വല്ല കാര്യമുണ്ട്? അന്ന് ബീഹാറിലെ നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി വന്നപ്പോഴേ അദ്ദേഹത്തെ ഒരു കണ്ണിമിൻറാക്കി നിർത്തി കൂടെ നിർത്താൻ പാടില്ലെന്നോ മണ്ടന്മാരെ. ഇപ്പൊ ആടിന്റെ പുറകെ പോകുന്ന കുറുക്കനെ പോലെയാണ്. ആടിന്റെ ഈ പിടുക്ക് വീടൊന്നും നടന്ന പോലെ ഇപ്പൊ നിതീഷ് പോലൊക്കെ പത്രക്കാർ പറയുന്നുണ്ട്. എവിടെ വരുന്നുണ്ട്? അങ്ങനെ നിതീഷ് എവിടെയൊന്നുമില്ല. അവര് BJP എന്നുണ്ട്. അവർ കുറച്ചുകൂടി പ്രാക്ടിക്കലാണ്, പ്രാക്ടിക്കൽ ചെയ്യല്ലേ. അന്ന് നല്ലൊരു അവസരം കിട്ടിയല്ലേ. അന്ന് ഈ സവർണ മേധാവികൾ, കോൺഗ്രസിലെ ദുഷ്ടന്മാരെ സവർണ മേധാവികൾ, അവർ ആധിപത്യം നിലനിർത്താൻ വേണ്ടി കോൺഗ്രസ് നശിപ്പിക്കാതെ വളരാതിരിക്കാൻ വേണ്ടി ഈ നമ്മുടെ ആസാം പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അയാൾ തൊടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ചാടി പറഞ്ഞു നമ്മുടെ എന്താണ് ആസാം പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി അങ്ങനെ രാഹുൽ ആകണം പ്രധാനമന്ത്രി. അതൊക്കെ ആത്മാസോട് പറഞ്ഞാണോ? നിതീഷ് വരരുത് കേട്ടാണ്. നിതീഷ് എന്നൊരു ദളിത് അല്ലെങ്കിൽ ഒരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി വരരുത് എന്നുള്ള പ്രതീക്ഷയിൽ വന്നില്ല. ഇപ്പൊ എന്തുപറ്റി? വീണ്ടും BJPയുടെ കയ്യിൽ തന്നെ പന്ത് കിടക്കണം. എന്നിട്ട് പറയാണ് കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട്. എന്തെങ്കിലും കണ്ണിങ് ആയിട്ട് വേണ്ടേ? എന്തെങ്കിലും യുക്തി വേണ്ടേ? ലോജിക്ക് വേണ്ടേ? സീറ്റ് പങ്കിട്ട് അതിലേക്ക് മുമ്പായിട്ട് എത്രയും ധാരണത്തി മുന്നോട്ട് പോകേണ്ടതാണ് ബീഹാർ. ഈ ബീഹാറിലും ഇത്തവണയും ബീഹാറിലും BJP എന്നെ വിട്ടാണെങ്കിൽ നമ്മുടെ ഈ തമ്പുരാക്കന്മാരും രാജകുമാരന്മാരും എന്ത് ചെയ്യും? ഈ ലാലുവിൻ്റെ മോനും മറ്റേ ഇന്ദിരയുടെ പിരക്കടവും ഒക്കെ എവിടെ പോയി ഒളിക്കും? പിന്നെ അതാണ്, ഇരിക്കേണ്ട അടുത്ത് ഇരുന്നാൽ എഴുന്നേൽക്കേണ്ടി വരില്ല. അനർഹർക്ക് അവസരം കിട്ടിയാൽ അത് ആപത്താണ്. ഈ മുലായത്തിൻ്റെ മകരല്ല എൻ്റെ അവകാശി, അല്ലെങ്കിൽ ലാലുവിൻ്റെ മകനല്ല അവകാശി. അവകാശികൾ വേറെയാണ്. ഞാൻ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയുടെ കേരളത്തെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റാണ്. 10 പൈസയ്ക്ക് മുടക്കില്ല. ലാലുജി എന്നെ നോമിച്ച ഡൽഹി വെച്ച്. അതെനിക്ക് ഡൽഹി ബേസിൽ സ്വാമി എനിക്ക് സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാമിയുടെ പേര് ഞാൻ വിട്ടുകൊള്ളുന്നില്ല. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ
അവിടെ ലാലുവിനെ കേസിൽ പെട്ടപ്പോഴും ആകേണ്ടത് ആരാണ്? രഞ്ജൻ പ്രസാദ് യാദവാണ്. ബാബുജി ബാബുജി എന്ന് അവിടെ എല്ലാവരും വിളിക്കുന്ന, ഓമനപ്പേര് വിളിക്കുന്ന രഞ്ജൻ പ്രസാദ് യാദവാണ് ഡെപ്യൂട്ടി ലീഡറായത്. അദ്ദേഹത്തെ മുഖ്യ സ്ഥാനം അദ്ദേഹത്തെ കൊടുക്കാതെ വീട്ടിലിരുന്ന് ഭാര്യ വിളിച്ചു വരുത്തി കൊടുത്തോളാം ഞങ്ങളകത്ത് പോകുന്നത്. അതാണ് കുടുംബാധിപത്യം. അതെന്താണ് അങ്ങനെ നടക്കുന്നത്? നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഈ കുടുംബാധിപത്യത്തിന് എന്ത് സ്ഥാനം? 20, 30, 40, 50 വർഷം വരെ കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് ചുമരെഴുതി നടക്കുന്ന ആൾക്കാർക്ക് ഒരു അവസരം കിട്ടാതെ ഇന്നലെ വന്ന മകൻ എല്ലാ അധികാരവും എടുത്ത് അവൻ ഈ 50 വർഷം പോച്ചവരെ നിയന്ത്രിക്കാൻ വരാന്ന് പറഞ്ഞാൽ എന്ത് നീതിയാണത്? ഏത് നീതിയാണ്? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തോടും ഇന്ത്യൻ ജനാധിപത്യത്തോടും രാജ്യത്തെ നയിക്കുന്ന പാർട്ടി ചോദിക്കട്ടെ, എന്ത് നീതിയുടെ ഇത്? 40-50 വർഷക്കാലം ചുവരെഴുതി കഷ്ടപ്പെട്ട് നടന്ന സുരേഷ് ഗോപിയുടെ ഭാഷ വെച്ച പ്രജകൾക്ക് ഒരു പഞ്ചായത്ത് മുറിയിൽ ആകെ അവസരമില്ലാതെ ഇന്നലെ വന്ന മകൻ നേരെ മുഖ്യമന്ത്രിയാകാം. കരുണാകരൻ്റെ ഒരു മകൻ എന്ത് യോഗ്യതയാണ് കരുണാകരൻ്റെ മകന്? ഇതിലുള്ള കരുണാകരൻ്റെ മകനില്ലാതെ അതിൽ എന്തെങ്കിലും യോഗ്യത ഉണ്ടോ? അതിൽ ഓരോരുത്തരും മകൻ, അത് കരുണാകരൻ ഫേമസ് ആയിട്ട് അറിയുന്നുണ്ട്. ഓരോരുത്തരും ഈ മക്കളുടെ രാഷ്ട്രീയത്തിൽ എന്ത് പ്രാധാന്യം, എന്ത് പ്രാബല്യം? ഇതാണ് നശിച്ച ജനാധിപത്യം നശിപ്പിച്ച ഈ മോശം ആൾക്കാർ. അവരുടെ കാര്യസാധ്യത്തിന് ജനങ്ങൾ കാര്യം ചിന്തിക്കുന്നുണ്ടോ? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ മക്കൾ രാഷ്ട്രീയം ജനാധിപത്യം നശിപ്പിച്ചു കളഞ്ഞില്ലേ? അങ്ങനെ വന്നപ്പോൾ വേറൊരു വശം വരുന്നു, തനി വർഗീയാധിപത്യം. ഒരു തത്വദീക്ഷയില്ലാതെ വെറും ജാതിയും മതവും പറഞ്ഞു നടക്കുന്ന ഒരു വിഭാഗം ഇപ്പൊ അധികാരത്തിൽ വരുന്നു. യാതൊരു തത്വദീക്ഷയില്ല, ഒരു നീതിയില്ല, അധികാരം മാത്രം ലക്ഷ്യം, വേറെ ഒന്നും ലക്ഷ്യമില്ല. ഇവർ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ CPM എന്ന് പറഞ്ഞ പാർട്ടി ഇന്ത്യ മുന്നണിയിലാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞത് ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന പാർട്ടിയാണ്. ഇത് രണ്ടും കേരളത്തിലുണ്ട്. അപ്പൊ ഈ രണ്ട് കള്ളന്മാർക്ക് പരസ്പരം എതിർക്കാതെ നിങ്ങൾ കേന്ദ്രത്തിന് പരിഹാരം, കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് പ്രവർത്തിക്കാൻ പാടില്ലേ? ഈ രണ്ടുപേരും പരസ്പരം എതിർക്കണ്ട, അനുകൂലം പറയണ്ട, നല്ലും പറയണ്ട. അതല്ലടോ മര്യാദ. എന്നിട്ട് BJP എതിർക്കല്ലേ വേണ്ടത്? ഇത് നിങ്ങൾ BJPയുടെ കാര്യം മിണ്ടില്ല. ഈ രണ്ട് കള്ളന്മാരും, കമ്മ്യൂണിസ്റ്റ് കള്ളന്മാരും കോൺഗ്രസ് കള്ളന്മാരും കേരളത്തിൽ BJPയെ കുറിച്ച് പറയില്ല, കേന്ദ്രത്തിൽ BJPയെ കുറിച്ച് മോശമില്ല. ഇവിടെ പരസ്പരം അടിയാണ്. ഒരു ഷാഫി പറമ്പിൽ അടിയുണ്ടാക്കുന്ന മൂക്ക് പൊട്ടിച്ചു, മറ്റൊരു വേറൊരുത്തൻ. ഇനിയിപ്പോൾ അധികാരം വേണം, എങ്കിലും അധികാരം കിട്ടും, മന്ത്രിയാവണം, കഴിയുമെങ്കിൽ മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമമാണ്. ധിക്കാരും തെമ്മാടിത്തരം കാണിക്കില്ലേ? നിങ്ങൾക്ക് പരസ്പരം എതിർ പറയാതിരിക്കാൻ പറ്റില്ലേ? നിങ്ങൾ സഹകരിക്കേണ്ട, നിന്നോ സഹകരിക്കുക. പിന്നെ ഒന്നായ BJP പ്രതിപക്ഷമാവും എന്നുള്ള രീതിയിലാണ്. BJP പ്രതിപക്ഷമല്ല, നാളെ ഭരണപക്ഷമാവുന്നേ. നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നാളെ ഭരണപക്ഷവും. അപ്പൊ നിങ്ങൾ കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിന്റെ ദണ്ണം തീരുവോ? അപ്പൊ വിഷമം തീരുവോ? കാമം തീർന്നു പോകും. ഇപ്പോൾ എടുത്ത വഴി തൊട്ടേം പഠിച്ചിൽ കമ്മ്യൂണിസ്റ്റ് എതിർക്കുക, കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് എതിർക്കുക. അത് ആടോട് പ്രത്യേകം. നിങ്ങൾ തമ്മിലാണോ ഇന്ത്യയിലെ മുഖ്യ ശത്രു? കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ആടോട് ഞാൻ പറഞ്ഞ കൂടി നിങ്ങളുടെ മുഖ്യ ശത്രു. ആ ശത്രു നിങ്ങൾ മിണ്ടുന്നുണ്ടോ? ഒറ്റുകൊടുക്കല്ലേ? അവർക്ക് രണ്ടു കൂർക്ക് ഒറ്റുകൊടുക്കാണ്. അവരിതൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി പാർലമെന്റ് സീറ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി BJP കോൺഗ്രസ് കൂട്ടുവെക്കുന്നു. 30 സീറ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി BJP കൂട്ടുവെക്കുന്നു കോൺഗ്രസ് തോൽപ്പിക്കാൻ വേണ്ടി. ഇപ്പൊ ഇവരെല്ലാം മനസ്സിലായില്ലേ? ഇവിടെ എല്ലാം എതിർപ്പ് BJP ഒതുക്കാന്നുള്ളതല്ല, പരസ്പരം ഒതുങ്ങാന്നുള്ള. അങ്ങനെ അടിച്ചടിച്ചടിച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ, ഒരു രാജാവ് 2 മന്ത്രി, അല്ല 2 വില്ലന്മാർ അല്ലെങ്കിൽ ഗുസ്തി വീരന്മാർ. ഈ ഗുസ്തി വീരന്മാരുടെ അടുത്തത് അല്ല, ഒരു രാജ്യത്ത് ഒരു ഗുസ്തി വീരൻ. അപ്പൊ അടുത്ത രാജ്യത്ത് 2 ഗുസ്തി വീരന്മാർ വന്നു. എന്തിനാ വന്നു ചോദിച്ചപ്പോൾ ഗുസ്തി പിടിക്കാന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് ഇവിടുത്തെ ഗുസ്തി വീരന് മനസ്സിലായി എനിക്ക് അവരോട് ജയിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇല്ല, ഇത് മാറി നിന്നപ്പോൾ ബുദ്ധിമാനെ മന്ത്രി എന്ന് പറഞ്ഞറിയോ, നിങ്ങൾ മാറി നിൽക്ക്, ഞങ്ങൾ സംസാരിക്കാന്ന് പറഞ്ഞു. നിങ്ങൾ എന്തിനു വന്നു? ഞങ്ങൾ ഗുസ്തി പിടിക്കാൻ. നിങ്ങൾ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. 2 പേരുടെ ആരോട് ഗുസ്തി പിടിക്കുക അങ്ങനെ അറിയാൻ പറ്റും? അത് നിങ്ങൾ പരസ്പരം പിടിക്കുക. പരസ്പരം പിടിച്ച് ജയിക്കുന്ന ആളായിട്ട് ഞങ്ങളുടെ ആൾ ഗുസ്തി പിടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പിടിച്ച് അവസാനം ക്ഷീണിച്ച് അവസ്ഥയായി ഗുസ്തി പിടിക്കാതെ പോയി.
അതുപോലെയാണ് ഈ പരസ്പരം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അടിച്ചുകൊണ്ട് വിഡ്ഢികളുടെ രാജാക്കന്മാരെ, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമാരുടെ വിഡ്ഢികളുടെ രാജാക്കന്മാരെ നിങ്ങൾ സ്വയം നശിക്കുകയാണ്. നിങ്ങൾ വളരുന്നുണ്ടോ? BJP വളർന്നതിൻ്റെ അതുപോലെ ഒരു പകുതി പോലും വളർച്ച നിങ്ങൾക്കുണ്ടോ? തളർച്ചയില്ല നിങ്ങൾക്ക്. അത് കാണാതെ പോകുന്നത് പിണറായികളിൽ ഏത് കോപ്പനാണെങ്കിലും അല്ലെങ്കിൽ മറ്റേ സതീഷാണെങ്കിലും. ഇവിടെ ഞങ്ങൾ കുറേ പേരുണ്ട്, കുറേ ആൾക്കാരുണ്ട് കേരളത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ പരസ്പരം എതിർക്കുന്നു, എന്താ പറ്റുന്നത്? നിങ്ങൾ രണ്ടും ക്ഷീണിക്കല്ലേ? എന്ത് ജയിച്ചു വരുന്ന ആരോടും ആര് വരുന്നത്? ജയിച്ചു വരുന്നത് അത് കാണാനുള്ള ബോധ്യം വേണ്ടേ? നിങ്ങൾ കോൺഗ്രസ് അകത്ത് കൂടെ നിർത്തണ്ട, വേണ്ട, എതിർക്കാതിരിക്കാൻ പാടില്ലേ? അങ്ങനെ നിങ്ങൾ പരസ്പരം എതിർത്ത് ഇപ്പൊ ആരാണ്? നിങ്ങൾ രണ്ടും നശിച്ച് BJP വളർന്നവരല്ലേ? അങ്ങനെ നിങ്ങൾ BJP വളർത്താൻ ശ്രമിക്കുന്നത് ആയിക്കോ, നോ പ്രോബ്ലം, ഞങ്ങൾ പരാതിയില്ല. അതല്ലെങ്കിൽ BJP വളർച്ച തടയാൻ ശ്രമിക്കൂ എന്ന് പറയുകയും ഇതുപോലെ വീട്ടിത്തരവും മണ്ടത്തരവും കാണിച്ച് ഞങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ടി വരും. അതെടുക്കാൻ പറ്റില്ല, അത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ BJP ശത്രുവല്ല, ഞങ്ങളുടെ ശത്രു അത് വന്ന് മറ്റേ കുഞ്ഞാക്ക പറഞ്ഞല്ലോ ഞങ്ങളുടെ മുഖ്യ ശത്രു CPM ആണെന്ന്. ഈടോ മരമണ്ട, ഞാൻ കുഞ്ഞാക്കയോട് പറയാണ്, മരമണ്ടല്ലോ നിങ്ങൾക്ക്. അല്ലെങ്കിൽ കേരളത്തിൽ ഞങ്ങളുടെ മുഖ്യ ശത്രു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയില്ല. ആ കാലം പോയിടോ. അന്ന് നമ്മുടെ സെൻകുമാറിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞല്ലേ, നിങ്ങൾ ധരിക്കുന്നിടത്തല്ല സെൻകുമാറൊക്കെ നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ പോലെ ആ കാലം പോയി. അങ്ങനത്തെ ഒരു BJP അല്ല കേരളത്തിൽ. ഇന്ന് BJP ശക്തമായിക്കൊണ്ടിരിക്കാതെ നിങ്ങൾ തന്നെ CPI പറഞ്ഞ് CPM പറഞ്ഞ് കോൺഗ്രസ് പറഞ്ഞല്ലോ. എന്നിട്ട് നിങ്ങൾ അവരെല്ലാം നിങ്ങൾ ഒതുക്കാൻ നോക്കുന്നത്, നിങ്ങൾ ഒതുക്കാൻ പരസ്പരം ഒതുക്കാൻ നോക്കാണ്. അതിന് എത്ര മുഖ്യമന്ത്രിയായി എത്ര പ്രതിപക്ഷ നേതാവിലും നിങ്ങളാണ് ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്. അതിൽ ആരോടോ തോൽച്ചു പോകുന്നപ്പോ? സതീശൻജി, മുഖ്യമന്ത്രിജി, ആരെ തോൽക്കുന്നത്? നിങ്ങൾ പരസ്പരം തോൽക്കല്ലേ? അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ മുഖ്യമന്ത്രി ആവുന്നു, എങ്ങനെ പ്രതിപക്ഷ നേതാവാകുന്നു? മുഖ്യമന്ത്രി ആയത് ഈ പബ്ലിക്കിന് വോട്ട് കിട്ടിയിട്ടാണ്. പ്രതിപക്ഷ നേതാവ് ആക്കിയതും പബ്ലിക്കിന് വോട്ട് കിട്ടുക. അത് നിങ്ങൾ പബ്ലിക്കിനെ വേണ്ടി വിഡ്ഢിയാക്കരുത്. വളരെ വിഷമമുണ്ടത്. നിങ്ങൾ പറഞ്ഞോ BJP ഞങ്ങൾ വളർത്താൻ ഉദ്ദേശിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വരാതില്ലെന്ന്. കാരണം അത് നരേഷയുടെ പാർട്ടിയല്ലേ, ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയല്ലേ. ഇത് BJP നിങ്ങൾ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തമ്മിൽ പരസ്പരം അടിച്ച് നശിച്ചു പോകുമ്പോൾ അത് വിഡ്ഢിത്തരാണ്. ആ വിഡ്ഢിത്തരം കാണിക്കുന്ന ആരെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് വിഷയം. ഇലക്ഷൻ വന്ന് പടിവാതിക്കൽ ഇനി ദിവസങ്ങളേ ഉള്ളൂ. ഞാനൊക്കെ ഇനി മണിക്കൂറേ ലോകത്തുള്ളൂ പറയുമ്പോൾ ഇനി മണിക്കൂറേ ഉള്ളൂ. നിങ്ങൾ ബൂത്ത് കമ്മിറ്റി തുടങ്ങിയോ? ബൂത്ത് കമ്മിറ്റിയിൽ വോട്ടേഴ്സിന് പേര് ചേർക്കുന്നുണ്ടോ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കാനും സംഘം ഉണ്ടാക്കും അടിയുണ്ടാക്കാൻ പോകണല്ലോ. അത് പാർട്ടി വളരും. അത് ആൾക്കൂട്ടാണ്. ആൾക്കൂട്ടം ഒരിക്കലും വോട്ടാവില്ലെന്ന് പല പ്രാവശ്യം പറഞ്ഞത്. കോൺഗ്രസിന്റെ രീതിയാണ് ആൾക്കൂട്ടം ഉണ്ടാക്കുക. അത് മണ്ടന്മാരുടെയും അലസന്മാരുടെയും വിഡ്ഢികളുടെയും രീതിയാണ് ഈ ആൾക്കൂട്ടം ഉണ്ടാക്കുന്നത്. ബുദ്ധിമാന്മാരെന്ത് ചെയ്യും? എണ്ണി ഓട്ടോ മണ്ഡലങ്ങളിൽ വോട്ട് എത്ര വേണം? BJP ചെയ്യുന്ന അങ്ങനെയാണോ? ഈ മണ്ഡലത്തിൽ എറണാകുളം മണ്ഡലത്തിൽ BJP ജയിക്കും, ഒരു 1000 വോട്ട് കുറവുണ്ടെങ്കിൽ അത് എവിടുത്തെ കിട്ടാമെന്ന് പറഞ്ഞാൽ ഒരു 600 വോട്ട് ഇടതുപക്ഷം പിടിക്കും. 1000 വോട്ടിന്റെ പോരായി കണ്ടെങ്കിൽ ഏത് സ്ഥാനത്ത് നിന്ന് 600 വോട്ട് പിടിക്കും. അത് പോയാൽ ഭൂരിപക്ഷമായില്ലേ, ജയിക്കൂലേ? അത് വേണ്ട തന്ത്രം കാണിക്കും. അതാണ് ബുദ്ധി. ആരും അറിയില്ല. നിശബ്ദമായ വിപ്ലവമാണ്, സൈലന്റ് റെവല്യൂഷൻ. ഇത് കോൺഗ്രസ് കേരളത്തിൽ പോലും ആൾക്കൂട്ടാണ്. കാരണം പണിയെടുക്കണ്ടല്ലോ, നിന്ന് കൊടുത്താൽ മതി. കുറെ ആൾക്കാർ എവിടുന്നോ വന്ന് ചെയ്തോളൂ. വോട്ട് എണ്ണി വരുമ്പോൾ കാറ്റ് പോയി ബലൂൺ വലിയും. ഓടിപ്പഞ്ഞെടുക്കുക ചില നേതാക്കൾ ഒരു സീറ്റിൽ നിർത്താൻ പറ്റില്ല. അവിടെ നിർത്തുമ്പോൾ RS എതിർക്കും, ഇവിടെ എടുത്തുമ്പോൾ കോൺഗ്രസ് എതിർക്കും, ഇവിടെ എത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് എതിർക്കും. ആ കയ്യിലിരിപ്പാണേ. കയ്യിലിരിപ്പ് വന്നാകണം. ഒരു പണിയെടുക്കാതെ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ആസ്വദിക്കാണ്. പാവപ്പെട്ട പട്ടി കിടന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വഴിയില്ലാതെ ക്ഷയം പിടിച്ചു പോവാണ്. നിങ്ങൾക്ക് മുദ്രാവാക്യം വിളിച്ചു, വിളിച്ചും ചുമരെഴുതി ആണ്. അവർ പഞ്ചായത്ത് മെമ്പറാകാൻ പറ്റുന്നില്ല. നിങ്ങൾ ആജീവനാന്തം. കാരണം 10 പ്രാവശ്യം 8 പ്രാവശ്യം 12 പ്രാവശ്യമൊക്കെ ഒരു നെറുകെട്ട് നേതാവ് തന്നെ MLA അല്ലെങ്കിൽ MP 2 പ്രാവശ്യങ്ങളിൽ ജയിച്ചവരെ ചാൻസ് കൊടുക്കരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞല്ലോ, പേരുണ്ടെങ്കിലും പറഞ്ഞല്ലോ. കോൺഗ്രസ് പറയാൻ പറ്റാത്തത്. മുസ്ലിം ലീഗ് പറഞ്ഞു 3 പ്രാവശ്യം കഴിഞ്ഞാൽ കൊടുക്കില്ല എന്ന്. പക്ഷെ കോൺഗ്രസ് അത് വാക്ക് പറയുന്നുണ്ടോ? ഇവിടെ ജാതി സെൻസസ് വേണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ. കോൺഗ്രസ് നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചു കേരളത്തിൽ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞു. NS വാക്കും കൊടുത്തു. അതിന് ഞങ്ങൾ അടുത്ത പേടിക്കിടന്ന്
എന്നാൽ നിങ്ങൾ ചെയ്തോ? ഇപ്പൊ ഷാഫി തല്ലിയന്റെ പേരിൽ സമരം നടത്തല്ലോ. നിങ്ങൾ ജാതി സെൻസ് നടപ്പാക്കാൻ പറഞ്ഞ് നിങ്ങൾ ഈ സമരം നടത്തിയെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാവൂത്. ഇത് ഷാഫിക്ക് ആളെ വെക്കാനല്ലേ? പോലീസ് മുമ്പിലേക്ക് എന്താ തല്ലുകൊള്ളുന്ന ആർക്കറിയാൻ പാടുള്ളത്? അപ്പൊ അടുത്തിപ്പോ ഷാഫി മുഖ്യമന്ത്രി ആകണം, അല്ലെങ്കിൽ ഷാഫിക്ക് ആളാകണം, മറ്റൊരു ആന്റണി ആകണം. പേരും പേരും വേണം, പ്രശസ്തി വേണം, സമ്പാദിക്കുകയും ചെയ്യണം. ഞാൻ ആ ഷാഫിയെ കുറിച്ച് വാക്ക് പറയാണ്ട് സങ്കടം ഇട്ടാ. ഷാഫി മോനെ പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ 20% വരുന്ന മുസ്ലിങ്ങളുടെ, കേരളത്തിൽ 40% മുസ്ലിങ്ങളുടെ നോമിനിയായിട്ട്, ഏക നോമിനിയായിട്ട് കോൺഗ്രസിൽ നിന്ന് പാർലമെന്റിലേക്ക് പോയത്. പാർലമെന്റിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. നിങ്ങളെ ഒതുക്കാൻ വേണ്ടി മാത്രമാണ് പാലക്കാട് സീറ്റ് കൊടുത്തിട്ട് വടകര നിർത്തി. അപ്പം പറഞ്ഞെന്നറിയോ, ചെല്ല് ചിലപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാ, നിങ്ങൾക്ക് മന്ത്രിയാകാന്ന് പറഞ്ഞാൽ ഈ ഭാഗം വീട്ടിൽ അത് കേട്ട് പോയി. ഇപ്പം ഇത് അതുമില്ല ഇതുമില്ലല്ലേ. ഇപ്പം പുള്ളി കറക്കപ്പോൾ എറണാകുളത്ത് കേരളത്തിൽ അസംബ്ലിയിലേക്ക് മത്സരിക്കണം, കഴിയുമ്പോൾ മന്ത്രിയാകണം. മുഖ്യമന്ത്രി അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും അതിലൊരു കളിയാണ്. ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. അങ്ങനെ മുസ്ലിം സമുദായത്തിൻ്റെ വേണ്ടി ചെന്ന ആൾ അവിടെ ചെന്നപ്പോഴേ പ്രതിജ്ഞ, ദൃഢപ്രതിജ്ഞ. അതാർക്കാണ്? നിരീശ്വരവാദികൾ ചെയ്യുന്നത്. നിരീശ്വരവാദികൾ. യുക്തി പറയുന്നുള്ളൂ, ഈശ ഇല്ലെന്ന് പറയണില്ല. ഈശ ഇല്ലെന്ന് പറഞ്ഞ ഒരേ ഒരു വിഭാഗ ലോകത്ത് അത് തന്നെയാണ് നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞത്. ആ നിരീശ്വരവാദിയായി പോയി. എന്നിട്ട് മുസ്ലിംസ് കോട്ടയിലാണ് വരുന്നത്. നാളെ ഇവരൊക്കെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഈ സമുദായത്തിന് വേണ്ടി എന്ത് ചെയ്യുമെന്ന് അറിയണ്ടേ? ഇത്രയും കാലം ആന്റണിയെ പൊക്കി കിടന്ന്, അതിന് മുമ്പ് കരുണാകരൻ പൊക്കി കിടന്ന്, അത് പിന്നെ ഉമ്മൻചാണ്ടി പൊക്കി കിടന്ന്, ഇപ്പോൾ ഷാഫി പൊക്കി കിടക്കാണ്. ഇതൊന്നും സമുദായത്തിന് ഗുണം ചെയ്യുന്നല്ല. മുസ്ലിം സമുദായത്തിന് ഷാഫിയെ കൊണ്ട് ഒരു ഗുണമില്ലെന്ന് മാത്രമല്ല, മുസ്ലിം എന്ന് പറയാൻ പോലും പുള്ളി, ഷാഫി പറയുമ്പോൾ പേര് ഉപയോഗിക്കുന്നല്ലാതെ മുസ്ലിം എന്ന് പറയാനുള്ള ഒരു ചിഹ്ന, ഒരു രീതി പുള്ളിക്കില്ല. അപ്പോൾ പെണ്ണില്ലെന്ന് വെച്ചാൽ പെങ്ങൾ കെട്ടിയതല്ലാണ്. പറ്റിയ ആളില്ലെന്ന് വെച്ചിട്ട് ഏതെങ്കിലും അടയുന്ന കൊടുന്ന് മുസ്ലിമിനെ ആളാക്കി നിർത്തിയിട്ട് കാര്യമില്ലെന്നേ. അവൻ മുസ്ലിം സ്നേഹമുള്ളതായിരിക്കണം, മുസ്ലിം സമുദായത്തിന് വേണ്ടി ആത്മാർത്ഥതയിൽ പ്രവർത്തിക്കുന്നതായിരിക്കും. അതാ ഓരോന്നും. കോൺഗ്രസ് എന്ത് മനസ്സിലാക്കുന്നുണ്ട്? കോൺഗ്രസ് എന്ത് തീരുമാനിക്കുന്നുണ്ട്? ഞാനതിൽ അഭിവർക്കി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാകാൻ നോക്കാണ്. പഠിച്ചില്ലെങ്കിൽ ഇത്രയും കാലമായിട്ട്. ഞാൻ ഇന്നലെ പറഞ്ഞത് ആൾക്കാർ മൂക്കത്ത് വിരല് വെച്ചിട്ടാണ് ആൾക്കാർ ഇങ്ങനെ ഇത് ചോദിക്കുന്നത്. ഇത് എന്താണ് ശരിയാണല്ലോ, ഇത് നിങ്ങൾ പറയുന്നതാണല്ലോ ശരിയെന്ന്. എനിക്കൊന്നും പറയുന്നില്ല. ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയാക്കി, ചെയർമാനാക്കി, തങ്കച്ചനെ എന്താക്കി തങ്കച്ചനെ കൺവീനറാക്കി, പിന്നെ സെക്രട്ടറി ആയിട്ട് ജോഡിയല്ലൂര് വെച്ച് ആകെ 3 പേര്, 10% ജനസംഖ്യന്ന്. ബാക്കി 90% പുറത്തെടുക്കാറ്. ഭരണം പോയാ? ഒരു ടൈം കഴിഞ്ഞ്, 2 ടൈം കഴിഞ്ഞ്, 3-ാം ടൈമിലും ഭരണം പോവാണ് UDFന്. ഇപ്പൊ അഭിവർക്കി, കോൺഗ്രസ് നേതാവ് അച്ചായൻ, പിന്നെ ഇപ്പൊ വിദ്യാർത്ഥി സംഘടനയുടെ അലൂഷ്യസ്. അപ്പൊ ഇന്ന് ഒരു ചാനൽ ചർച്ച കണ്ട്, നമ്മുടെ റോബർട്ട് വധേര, ഇപ്പൊ കണ്ടമാനം കാശുണ്ടല്ലോ. റോബർട്ട് വധേര കർണാടക വഴി കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നു എന്ന് നേരിട്ടിടപെട്ട ആൾക്കാർ അറിയും. അത് സമ്മതിക്കില്ല. കർണാടകയിലെ 1-2 പടക്കാർ, കരകോലുണ്ട്, പിന്നെ ഒരാൾ കൂടി ഉണ്ടല്ലോ, കർഷകനാഥ് ഒരാൾ കൊണ്ടുണ്ട്. വലിയ പടക്കാരനാ. കൽക്കരി, ഈ മറ്റേ ഖനിയുടെയൊക്കെ ആൾക്കാരാ. അവർ കോടികൾ കേരള ഗവൺമെന്റ്, കേരളത്തിൽ കോൺഗ്രസ് കൊടുത്തിട്ട് ഫണ്ട് കൊടുക്കുക. അതൊക്കെ പറഞ്ഞാലും ഒരു സേവ കാണില്ലേ, അവൻ അത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ കനകല് മുഖേന കനകലൊക്കെ വലിയ പണക്കാരാണ്. അല്ലാതെ രാഷ്ട്രീയ നിരീക്ഷണം മാത്രമല്ല, ഓഡീഷനാണ്. പിന്നെ ഈ എന്താ പറഞ്ഞല്ലേ, കർഷകനാഥ്, അവിടെ ശിവകുമാറും ഇവരൊക്കെ ചേർന്നിട്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ വിലക്കെടുക്കുന്നു. അതിൻ്റെ വധേരയാണ് പുറകിൽ നിൽക്കുന്നതാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ അടുത്തിപ്പോൾ വധേരക്ക് അടുത്ത പാർലമെന്റ് സീറ്റ് വരുമ്പോൾ വധേരക്ക് വയനാട് നിൽക്കും. അത് ഇവർക്ക് മോനാകും. അതും വയനാട്. ആകെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയുള്ള സീറ്റായത് വയനാട്. അതുകൊണ്ട് ഇവ കൊണ്ട് വധേര ആൾക്കാർക്ക് കൊടുത്തു. വിറ്റ് കഴിഞ്ഞു, കോടികൾ വാങ്ങിച്ച്. കള്ളത്തരം കാണിക്കുന്ന ഒരു പരിധി വേണം കേട്ടോ. അത് കോൺഗ്രസ്സായാലും കമ്മ്യൂണിസ്റ്റായാലും കൊള്ളാം. ഞങ്ങൾക്ക് ഈ വൈകിയ വേളയിൽ കുറേ സത്യം തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുമ്പോഴേ ഞങ്ങളിപ്പോൾ അല്പമൊക്കെ ചിന്തയുള്ളവർക്ക് അത് പുറത്ത് ജനങ്ങളെ അറിയിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ കുറ്റവാളിയാവും. ആലോചിച്ച് നോക്ക്, എന്താ കാണിക്കുന്നത്? അത് സപ്പോർട്ട് ചെയ്യാൻ ലീഗും, മുസ്ലിം ലീഗ് പേര് മാറ്റാൻ എന്തൊരു മാറ്റുന്നില്ല.
സമുദായത്തെ പണയപ്പെടുത്തി എന്ത് നക്കാപ്പിച്ച് കിട്ടുന്നത്. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഒരു മക്കളുണ്ടായി 10 പൈസ മക്കൾ കൊടുക്കൂല. അവസാനം വീട്ടിൽ അടക്ക തേങ്ങയൊക്കെ കൊണ്ട് വിൽക്കും. ഇത് 10 രൂപയിലുള്ള സാധനം 1 രൂപക്ക് കട്ട് വിൽക്കും. 9 രൂപ പോകുന്ന ഈ വീട്ടുകാരല്ലേ. നിനക്ക് അവന് 5 രൂപ കൊടുത്താൽ അത് കളയോ? അതുപോലെ നക്കാപ്പിച്ചക്ക് വേണ്ടി ലീഗ് മുസ്ലിങ്ങളെ പണയപ്പെടുത്തിയേക്കാണ് മുസ്ലിം സമുദായത്തെ. ഇനിയാണ് ഈ നക്കാപ്പിച്ച വേണ്ട. നിങ്ങൾ മുഖ്യമന്ത്രിയാക്കുന്നു, മുസ്ലിം ലീഗ് നിങ്ങൾ മുഖ്യമന്ത്രിയാക്കും, എന്നിട്ട് സമുദായം വോട്ട് തരാം. അതല്ലാതെ നക്കാപ്പിച്ചക്ക് വേണ്ടി വിൽക്കുകയാണെങ്കിൽ വിലക്ക് വിൽക്കണോടോ പൂജാക്ക. 40% വിഭാഗത്തിൽ നിങ്ങൾ വിൽക്കുമ്പോഴേ വിലക്ക് വിൽക്കണ്ടേ? എന്തെങ്കിലും നക്കാപ്പിച്ച വാങ്ങി കൊടുക്കുന്നത്, അടിമയായിട്ട് നിൽക്കുന്നത്? അതൊന്നും വേണ്ട. ജനങ്ങൾ എല്ലാം അറിയുന്നുണ്ട്. ആധുനിക യുഗമാണ്, പഴയ കാലമല്ല. ഇപ്പൊ ഞങ്ങള് ഒരു സങ്കടമില്ലേ, 50,000 കോടി രൂപ മൂല്യമുള്ള ആ മുനമ്പത്തെ 500 അടുത്ത് വരുന്ന ഏക്കർ സ്ഥലം, കണ്ണായ സ്ഥലം. ഇനി കേരള സ്റ്റേറ്റിൽ, കേരള സംസ്ഥാനം മാത്രമല്ല, ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് 500 ഏക്കർ സ്ഥലത്തും കടൽ തീരുണ്ടാവില്ല. അത്ര പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ മുനമ്പം എന്ന് പറയുന്നത്. അത്ര നിർണായകമാണ്. ആ സ്ഥലം കൊണ്ട് കൊടുത്തില്ലേ കണ്ട ആൾക്കാർക്കൊക്കെ? ചോദിക്കാൻ പോലും പറ്റും നിങ്ങൾക്ക്. അതും മുസ്ലിം നേതൃത്വം കൊടുത്ത്. ഇപ്പോൾ ലീഗിന് നേതൃത്വം, ലീഗിന് നേതൃത്വത്തിന് അതിന് കൈയുണ്ട്. ഈ ഫറൂഖ് കോളേജൊക്കെ ആരാണ് അന്ന് ഇന്നൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നത്? അഥവാ നിങ്ങൾ വിറ്റ് തിന്നോ, പക്ഷെ അത് വിലക്ക് കൊടുക്കണം. ഈ 10ന്റെ സാധനം 1 രൂപക്കും 1/2 രൂപക്കും കൊടുക്കുക. അത് നേരിട്ട് വിൽക്കാൻ വല്ലോനെ ഏൽപ്പിക്കരുത്. നിങ്ങൾക്ക് വരാൻ ദൂരമാണ്. ഫറൂഖിന്റെ അവിടെ നിന്ന് പിന്നെ മുനമ്പത്ത് വരാനൊന്നും ബസ്സൊന്നും ഇല്ല, അതുകൊണ്ട് പോയി ഞങ്ങൾ അറിഞ്ഞില്ല എന്നാണ് ഒരു മോൻ പറയുന്നത്. സത്യം, ഈശ്വരലി പടച്ചവരുണ്ടെങ്കിലോ നിന്റെയൊക്കെ ചാട്ടവർ അടിച്ചില്ലെങ്കിൽ ഈ ലോകം ഉണ്ടാവില്ല. മരിച്ചെല്ലാം പോയി മണ്ണടഞ്ഞു പോയില്ലോ വല്ലവരും. സമുദായം കിട്ടേണ്ട 50,000 കോടി രൂപയുടെ മൂല്യമുള്ള സ്ഥലമാണ്, കണ്ണായ സ്ഥലം. നമ്മൾ ഒരിക്കൽ കൂടി പറഞ്ഞു, ഇനിയൊരു അതുപോലെ 500 ഏക്കർ സ്ഥലം കേരളത്തിൽ കടൽ തീരത്ത് എത്ര കൊടുത്താലും ഇല്ല. 500 ഏക്കറും 2 ഏക്കറും കിട്ടാനില്ല. ആ സ്ഥലമാണ് നിങ്ങൾ കൊടുത്ത് കണ്ണിക്കടക്ക് വേശ്യാലയം നടത്താനും പിന്നെ അങ്ങനെ പൂജ നടത്താൻ പിന്നെ കേട്ട് കൊടുത്ത്. സങ്കടം ഇത് കാണുമ്പോഴേ ഈ സമുദായത്തെ, ഏത് സമുദായാലും അവനെ പറ്റിക്കുമ്പോഴേ അതുണ്ട്. ഞാൻ 2 പോയിന്റ് ഇപ്പം ഞാൻ നിർത്തിയേക്കാം. ഒന്ന്, സുരേഷ് ഗോപിയുടെ ഒരു വാർത്തയുണ്ട്. സ്വർണം പൂശിയ കേസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ED റെയ്ഡ് ചെയ്യുന്നത് എന്നൊരു വാർത്ത ഉണ്ട്. അപ്പോൾ എൻ്റെ സംശയം, ഈ ED എന്നുള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണോ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലുള്ളതാണോ? അത് കേന്ദ്ര ഗവൺമെൻറ് കീഴിലാന്ന് എൻ്റെ അറിവ്. അത് തെറ്റിട്ട് തിരുത്താം. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുള്ള എൻഫോഴ്സ്മെൻറ്റ് സിനിമാ നടന്മാരെ ഇത് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹായിക്കാം, അത്ര പരസ്യമായിട്ട് സഹായിക്കണം. മറ്റൊരു കാര്യം പറഞ്ഞു നിർത്തിയേക്കാം. കൊച്ചിയിൽ പള്ളുരുത്തിയിൽ ഒരു സ്കൂള്, പള്ളി നടത്തിയ സ്കൂള്, അവിടെ ഒരു തട്ടിട്ടതിൻ്റെ പേരിൽ കയറ്റൂല, അതിന് പിന്നെ NOC TC കൊടുക്കാൻ പോകുന്നു. TC മോശമായിട്ട് കൊടുക്കാനൊക്കെ പറഞ്ഞുള്ള രേഖയുണ്ട്. ഇത് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് സന്യാസിമാരോടും പൂജാക്കളും പറയാനുള്ളത്, കോട്ടയത്ത് ഒരു സ്ത്രീ, ഒരു പെൺകുട്ടിയുടെ ഉമ്മ എന്നെ വിളിച്ചു, സാറേ എന്താ കാര്യമാണ്, എൻ്റെ മോളെ അവിടെ തലയിൽ തൊട്ടാൻ അനുവദിക്കുന്നില്ല കോളേജിൽ. അപ്പം ഞാൻ ചോദിച്ചു, ആ കോളേജിൽ കന്യാസ്ത്രീമാർ ക്ലാസ് എടുക്കുന്നുണ്ടോ ചോദിച്ചു. ഉണ്ട്, ഒന്നിലധികം കന്യാസ്ത്രീമാർ ക്ലാസ്സൊക്കെ ഉണ്ട്. അവർ ഡ്രസ്സ് എന്താണെന്ന് ചോദിച്ചു. അത് സാധാരണ കന്യാസ്ത്രീ ഡ്രസ്സ് തന്നെയാണ്. തലയിൽ തുണിയിട്ടാണുള്ള കന്യാസ്ത്രീയോടെ. അപ്പോൾ തലയിൽ തുണിയിട്ട് കന്യാസ്ത്രീക്ക് ക്ലാസ് എടുക്കാം, തലയിൽ തുണിയിട്ട് കുട്ടിയോട് പഠിക്കാൻ പാടില്ല. തെമ്മാടിച്ച് തന്തയില്ലായ്മയാണ് നിങ്ങൾ മുഖത്ത് ചോദിക്കുന്നത്. ഇത് ചോദിച്ചപ്പോൾ വേണ്ടിയില്ല, പക്ഷെ അവിടെ തീർന്നു. അതുപോലെ കന്യാസ്ത്രീകൾ പഠിപ്പിക്കാൻ സ്കൂളിൽ വരുന്നു തലയിൽ തുണിയിട്ട്. അത് തലയിൽ തുണിയിട്ട് മുസ്ലിം പെൺകുട്ടി വന്നാൽ അത് പറ്റൂല എന്ന് പറയുമ്പോൾ, അതായത് മുഖം മറിച്ച് വരുന്ന ഒരു വൃത്തികേടുണ്ട്. അതൊന്നും പറ്റില്ല, ഞങ്ങൾ അതൊന്നും അനുഭവിക്കുന്നില്ല. പർദ്ദയും പറ്റൂല സ്കൂളിൽ, തല തട്ടോടാ. കന്യാസ്ത്രീ ഡ്രസ് ഇട്ടാൽ മതി. പർദ്ദ മുസ്ലിം സ്ത്രീകൾക്ക് അനുവദീയമാണ്. പർദ്ദയിട്ട് വേണമെങ്കിൽ വരാം, എങ്കിൽ പോലും ഞങ്ങൾ പോയി അത് വേണ്ട, അവിടെ യൂണിഫോം എന്ന് വെച്ചാൽ അത് ചെയ്യുക. അതിന് മുകളിലായിട്ട് തലയിൽ ഒരു മക്കന എന്ന ചെറിയത് ഉപയോഗിക്കുക, തല മറക്കുക എന്നുള്ള. ഇവിടെ വിമാനത്തിൽ പോലും അല്ലെങ്കിൽ ഹെൽമെറ്റ് പോലും സിഖുകാർക്ക് ബാധകമല്ല. അത് അവരുടെ ആചാരമായത് അംഗീകരിക്കുക. ഇത് ഒരു ആചാരമാണ്, വിശ്വാസമല്ലേ?
അത് പറ്റില്ല. അവനെന്താണ് സിഖുകാർക്ക് ഹെൽമെറ്റ് പോലും ഉപയോഗിക്കാം, വിമാനത്തിൽ പോലും തൊപ്പിയോ ഇത് വാൾ കൊണ്ടെടുക്കാം. അതൊരു വിശ്വാസ ഭാഗമാണ്. അതുപോലെ ഇത് വിശ്വാസ ഭാഗം തലമറക്കുക. എന്തിനാണ് തലമറക്കുന്നത്? തലമറച്ചില്ലെങ്കിൽ മുടി ഉണ്ടെങ്കിൽ മുടി കൊഴിയും, പിന്നെ മുടിക്കകത്ത് അഴുക്കുകൾ, മനസ്സിലായില്ലേ? അഴുക്കുകൾ, മുടി കൊഴിയും, പലതുണ്ട്. അതുകൊണ്ടൊക്കെയാണ് തല മറക്കാൻ പറഞ്ഞത്. അത് തന്നെയല്ല, സ്ത്രീകളുടെ മുടി പോലും അന്യപുരുഷന് വികാരം ഉണ്ടാക്കുന്നതാണ്. സൈക്കോളജി അറിയില്ലേ, പറഞ്ഞുതരാം. അതുകൊണ്ടൊക്കെയാണ് തല മറക്കണമെന്ന് ഖുർആനിലോ അല്ലെങ്കിൽ ഇസ്ലാം മതം പറയുന്നത്. ആർക്കും ഒരു ഊറ്റുള്ള കാര്യമില്ല. അവിടെ കന്യാസ്ത്രീ മഠത്തോളം സഭാ നേതൃത്വം പറയാണ്, വേഷം കെട്ട് അഭ്യാസം എടുക്കണ്ട. നിങ്ങൾ കന്യാസ്ത്രീകൾ ഡ്രസ്സ് ഉടുപ്പിട്ടാണ് വന്ന് ക്ലാസ് എടുക്കാൻ വരുന്നതെങ്കിൽ അതേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി തല മറക്കും. പ്രശ്നബദ്ധ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷ പഠിക്കുന്നില്ല. സ്നേഹത്തിൻ്റെ ഭാഷ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്താൻ നിൽക്കൂരായി. നന്ദി. ജയ് ഹിന്ദ്.